Okay, hello. Good evening എല്ലാവർക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഡോക്ടർ മുഹമ്മദ് ബിലാൽ, RMO എമർജൻസി മെഡിസിനിൽ. സോ നഴ്സസിന് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസത്തെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റുന്നില്ല. കാരണം കുറേ ആൾക്കാർ, എല്ലാവരും ഫ്രീ ആവുന്നില്ല. ചില ആൾക്കാർ ഫ്രീ ആവും, ചില ആൾക്കാർ ഫ്രീ ആവുന്നില്ല. പിന്നെ ഡയറക്റ്റ് നേരിട്ട് ക്ലാസ് എടുത്തെങ്കിലും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ മറന്നു പോകും. സോ അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തത് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ആയിട്ടല്ല, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നഴ്സിംഗിന് ക്ലിനിക്കലി എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലോ അല്ല വാർഡ്സിലോ അല്ല ICUലോ നഴ്സസിന് അറിയേണ്ട ചില കാര്യങ്ങളെ എല്ലാ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് ഈതർ CPRും ACLS ക്ലാസ്സസും BLS ക്ലാസ്സസും പിന്നെ നഴ്സിംഗ് ഗൈഡ് മെഡിക്കേഷൻസ് എങ്ങനെ കൊടുക്കണം, പിന്നെ ഡോസിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, സൈഡ് എഫക്ട്സ് എന്തെല്ലാം മോണിറ്റർ ചെയ്യണം, പേഷ്യൻറ്റിനെ എങ്ങനെ നോക്കണം, ഇതൊക്കെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ഒരു ചെറിയ ചെറിയ ക്ലാസ്സസ് ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ആദ്യം തുടങ്ങുന്നത് ഞാൻ ക്രിട്ടിക്കൽ കെയർ മെഡിക്കേഷൻസ്. അപ്പോൾ എമർജൻസിയോ ക്രിട്ടിക്കൽ കെയറിലെ മെഡിക്കേഷൻസിൽ ആദ്യം ഒരു മെഡിസിൻ അമിയോഡ്രോൺ, പിന്നെ കോർഡ്രോൺ എന്ന് പറയും, പണ്ട് ബ്രാൻഡ് നെയിം കോർഡ്രോൺ. സോ അതിന്റെ കണ്ടന്റ് അമിയോഡ്രോൺ ആണ്. So it's one of the most important medicines which is used in emergency medicine or critical care. All right. അപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങാം. So as a nurse, what is the most important thing that you have to keep in mind? അപ്പോൾ അമ്യൂട്രോൺ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ. സോ ഒന്ന്, you have to start after connecting the cardiac monitor. ഓക്കെ. സോ എല്ലാ പേഷ്യൻറ്റും നിങ്ങൾ അമ്യൂട്രോൺ തുടങ്ങുന്നതിന് മുമ്പ് you have to connect the patient on a cardiac monitor. And the next thing is you have to check the BP every 10 to 15 minutes, because the most important side effect of amiodarone is hypotension. അപ്പോൾ BP കുറവാവും പെട്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ BP മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ 10 to 15 minutes. Okay. So one more most important thing is do not give undiluted. എന്ന് പറഞ്ഞാൽ അമ്യൂട്രോൺ ആംപ്യൂൾസ് 3 ml ആംപ്യൂൾസ് ആയിട്ട് വരുന്നത് അമ്യൂട്രോൺ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഡയറക്റ്റ് IV പുഷ് കൊടുക്കാൻ പറ്റൂല. എക്സെപ്റ്റ് ഒരു കണ്ടീഷനിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ, വിത്തൗട്ട് ഡെല്യൂഷൻ ഡയറക്റ്റ് IV പുഷ് ആയിട്ട്. ആ കണ്ടീഷൻ കാർഡിയക് അറസ്റ്റിൽ ഞങ്ങൾ വെൻ വി ഡിസ്കസ് ACLS ഓർ ACLS സിനാരിയോസ്, പൾസ്ലെസ് VT പിന്നെ VTAC, ഇതിന് ഞങ്ങൾ ആദ്യം ഡിഫിബ്രിലേറ്റ് ചെയ്യാൻ ട്രൈ ആക്കും, ഷോക്ക് കൊടുക്കാൻ ട്രൈ ആക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ട് ഷോക്കിലും സക്സസ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രിനലിൻ യൂസ് ചെയ്യും. പിന്നെ അഡ്രിനലിനിലും പേഷ്യന്റ് റിവേർട്ട് ആകുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് അമ്യൂഡ്രോൺ. ഓക്കെ. സോ ഫസ്റ്റ് വി ട്രൈ വിത്ത് ഡിഫിബ്രിലേഷൻ, ദാറ്റ് ഈസ് ഷോക്ക്, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് വി ട്രൈ ഇസ് അഡ്രിനലിൻ. ഓൺലി ആഫ്റ്റർ ദാറ്റ്, അത് രണ്ടും കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പേഷ്യന്റ് റിവേർട്ട് ആകുന്നില്ലെങ്കിൽ മാത്രം അമ്യൂഡ്രോൺ കൊടുക്കാം. ആ കണ്ടീഷനിൽ മാത്രം യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് എൻ IV പുഷ്, ഡയറക്റ്റ് ആംപ്യൂളിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് പുഷ് ചെയ്യാം. ബട്ട് എവറി അതർ കണ്ടീഷൻ, നോർമൽ അവേക്ക് പേഷ്യന്റിന് നിങ്ങൾ ഡയറക്റ്റ് IV പുഷ് കൊടുക്കാൻ പാടില്ല. യു ഹാവ് ടു ഡൈല്യൂട്ട് ഇറ്റ് ആൻഡ് ദെൻ ഗിവ് ഇറ്റ്. ഓക്കെ. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് BP. നിങ്ങൾ ICUയിൽ മോണിറ്റർ ചെയ്യുമ്പോൾ BP if it's falling less than 100/60, you stop. ഇല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് if it is less than 60, you stop the infusion. Inform the doctor inform ചെയ്യാം. ഡോക്ടർ പറയൂ നിങ്ങൾക്ക് either the rate of infusion you have to decrease, whatever it is, the doctor will take a decision. All right. Okay. Now what are the uses? അമ്യൂഡ്രോണിന്റെ യൂസസ് എന്താ, എവിടെയെല്ലാം ഞങ്ങൾ അമ്യൂഡ്രോൺ യൂസ് ആക്കും? One is cardiac arrest. I already told you, cardiac arrest after CPR, defibrillation, adrenaline ഇതൊക്കെ ഫെയിൽ ആകുമ്പോൾ we will use it. Okay. That is especially in pulseless VT and ventricular tachycardia. And also we use in ventricular tachyarrhythmias, ventricular tachycardia and ventricular fibrillation. Even when not in cardiac arrest also,
when you're not able to cardiovert, you will use this. പിന്നെ ഞങ്ങളെ സെറ്റപ്പിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ യൂസ് ആക്കുന്ന മോസ്റ്റ് കോമൺ കണ്ടീഷൻ ആണ് സുപ്രാ വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ, PSVT എന്ന് പറയും. SVT PSVT, പെറോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ നോട്ടീസ് ചെയ്തത്, already we have one patient in the ICU and everyone were confused. ഇത് ഡോക്ടർ ഓർഡേഴ്സ് അതിന്, പക്ഷെ അത് എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യണം, എത്ര ml/h കൊടുക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് സോ ഐ ടീച്ച് യു ഹൗ ടു ഡൈല്യൂട്ട് ഇറ്റ്. ഓക്കെ, സോ ആദ്യം ഞങ്ങൾക്ക് അറിയേണ്ടത് 1 ആംപ്യൂൾ, ഒരു ആംപ്യൂൾ അമ്യൂഡ്രോണിൽ ഇറ്റ് ഹാസ് 3 ml. ഓക്കെ, സോ എവറി ml വിൽ ഹാവ് 50 mg. അപ്പോൾ ടോട്ടൽ എത്രയായി? ഒരു ആംപ്യൂളിൽ ടോട്ടൽ 150 mg അമ്യൂഡ്രോൺ ഉണ്ട്. സോ നെക്സ്റ്റ് ഞങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്യണം. ഇപ്പോൾ അപ്പോൾ വാട്ട് ഫ്ലൂയിഡ് വിൽ വി യൂസ് ഫോർ ഡൈല്യൂഷൻ? വിൽ വി യൂസ് NS? No. Here we will use 5% dextrose. This is the preferred fluid, amiodarone. NS use cheyya when 5% dextrose is not available. You can use NS, but ideally the best fluid dilute cheyan it is 5% dextrose. Okay, so ipo any emergency supraventricular tachycardia doctor parayunna idu normal orders ആണ് ഇത്. So doctors ഈ orders എഴുതു. You put 150 mg. This is the loading dose. ഇതിന് loading dose എന്ന് അറിയും. അമ്യൂഡ്രോൺ എപ്പോ ബോലസ് ആയിട്ട് കൊടുക്കില്ല. We do not call bolus. We call it loading dose because we give 150 mg over 10 to 15 minutes. ഇപ്പോ ചില ഡോക്ടേഴ്സ് എഴുതൂല, ചില ഡോക്ടേഴ്സ് ജസ്റ്റ് 150 mg സ്റ്റാർട്ട് എന്നത്. അപ്പോൾ 150 mg സ്റ്റാർട്ട് എന്നതെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ഡയറക്ട്ലി പുഷ് ചെയ്യലല്ല. Even then you have to give that 150 mg over 10 to 15 minutes. So how will you give that? So ഒരു ആംപ്യൂൾ എടുക്കാം. ഒരു ആംപ്യൂളിൽ 3 ml ഉണ്ടാവും, റൈറ്റ്? സോ ഒരു ആംപ്യൂൾ എടുത്തിട്ട് you mix it with 47 ml of 5% dextrose. 47 ml എന്തിന്? ടോട്ടൽ ഞങ്ങൾക്ക് 50 ml ആക്കണം. So that is why 3 ml already in the ampule. So you add another 47 ml and it becomes 50 ml. So that you have to give over 10 minutes. അപ്പോൾ 10 minutes നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് if you do not have an infusion pump, നിങ്ങൾക്ക് എത്ര ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ആക്കുക. അത് ഞാൻ എന്നെ ഒരു വീഡിയോത്തെ ഐ വിൽ ടീച്ച് യു ഹൗ ടു കാൽക്കുലേറ്റ് ഡ്രോപ്സ് പെർ മിനിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ആക്കുന്നത്. പക്ഷേ if you have an infusion pump, you have to keep it, set it at 300 ml/h. 300 ml/h ആക്കിയെങ്കിൽ it will go in 10 minutes. The infusion will get over. Okay, so this is the loading dose. ഇത് ER കൊടുക്കുന്നത് loading dose is what you give in the ER. Then you ship the patient to the ICU and put the patient on the maintenance dose. How to give? Doctors in the usual orders, എല്ലാ ഡോക്ടേഴ്സും ഓർഡർ ചെയ്യുന്നത് you have to give 1 mg per minute over the first 6 hours. First 6 hours 1 mg per minute, next 0.5 mg per minute for the next 18 hours. ഇത് ഡോക്ടേഴ്സിന് ഓർഡർ ആയിരിക്കും. ഓക്കെ, സോ ഇത് എങ്ങനെ, how will we, നിങ്ങൾ ആസ് എ നഴ്സസ്, how will you prepare an infusion? അപ്പോൾ what you will do is you will take 6 ampules, പറഞ്ഞാൽ 6 ആംപ്യൂൾ. സോ ഒരു ആംപ്യൂളിൽ എത്രയുണ്ട്? 150 mg ഉണ്ട്. സോ ടോട്ടൽ 6 ആംപ്യൂൾസിൽ ടോട്ടൽ എത്രയായി? 900 mg. സോ ടോട്ടൽ 900 mg, that is 6 ampules you will take. 6 ampules എന്ന് പറഞ്ഞാൽ ടോട്ടൽ 18 ml ആയല്ലോ, because each ampule has 3 ml. So basically 6 ampules എടുത്തിട്ട് you add along with 450 ml of 5% dextrose. ഇപ്പോൾ ഈ 450 ml എങ്ങനെ ചെയ്യാം? 5% dextrose ഒരു ബാഗ്, we have 500 ml ഒരു ബാഗ് ഉണ്ടാവും. അതിന് you take 50 ml syringe എടുത്തിട്ട് you remove 50 ml from that. Okay, 50 ml എടുക്കുക. So it will remaining അതിൽ 450 ml ഉണ്ടാവും. So with that 450 ml you add 900 mg. അപ്പോൾ എന്താവും? So each ml every 1 ml will have 2 mg. മനസ്സിലായി എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട്? 900 mg in 450 ml. അപ്പോൾ 1 ml എത്ര ഉണ്ടാവും? 450 on the 452. So there will be 2 mg in 1 ml. 2 mg per ml ഇങ്ങനെ ഉണ്ടാവും, ഡൈല്യൂഷൻ ആയിട്ടുണ്ടാവും. So how will you give that? First 6 hours നിങ്ങൾക്ക് 1 mg per minute വേണം. So you keep it at 30 ml/h. ഇൻഫ്യൂഷൻ പമ്പ് ഉണ്ടാവും അല്ലെ, you set at 30 ml/h. 30 ml/h സെറ്റ് ആക്കിയെങ്കിൽ 6 hours
you will almost 360 mg പോകും. That is what you want to go. 30 ml per hour set ആക്കിയെങ്കിൽ that is 1 mg per minute. Okay, so അങ്ങനെ next 18 hours you have to keep it at 15 ml per hour. Next 18 hours ഇത് ശ്രദ്ധിക്കണം. First 6 hours at 30 ml per hour, next 18 hours at 15 ml per hour. ഇത് calculation ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷെ that is not important for you. It's easy calculation, it's very easy, പക്ഷെ it's not important. You just remember this. ഇതിനെ ഞാൻ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഒരു PDF ആക്കിയിട്ട് ഞാൻ അയച്ചു തരാം. സോ എവറി ടൈം വെൻ ഒരു ഡോക്ടർ നിങ്ങളോട് അമിഡ്രോൺ കൊടുക്കാൻ പറയുമ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കാണാം.